എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയറിലെ 6ാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലം ഏകദേശം തുടങ്ങിയായി. മിക്കവാറും ഞായറാഴ്ചയോടൊപ്പം കൂടിയിട്ട് മഴക്കാലം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയണത്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത്രയും കാലം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഹെയർ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ എന്താണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്താ ഹെയറിലും തേച്ച് കാണിച്ചു തരാത്തെന്ന് ചോദിക്കേണ്ട. അതിനുള്ള വീഡിയോസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ളത് സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഭക്ഷണം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുക. മഴ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ എള്ള് ദിവസം ഒരു 1/2 സ്പൂണൊക്കെ കഴിക്കാം. എള്ളില്ലേ, കറുത്ത എള്ള് നിങ്ങൾക്ക് കഴിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പംകിൻ സീഡ്, അങ്ങനെയുള്ള സൺഫ്ലവർ സീഡ്, ഇങ്ങനെയുള്ള സാധനമൊക്കെ നിങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതൊക്കെ കഴിച്ചു തുടങ്ങാവുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുപോലെ ഫാറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. മഴക്കാലത്ത് തണുവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ കണ്ണി കണ്ട സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് കഴിക്കുന്ന ശീലമൊന്നും തുടങ്ങരുത്. നമ്മൾ ഇത്രയും കാലം സെറ്റ് ചെയ്ത നമ്മുടെ ഹെയർ ഒക്കെ എന്തായിട്ട് പോകും. ഹെയർ മാത്രല്ല, നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരും, അതേപോലെ തന്നെ തടി വെക്കും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ബേക്കറികൾ, അതായത് എണ്ണയിൽ വറുത്ത പലഹാരങ്ങള്, സമൂസ, മുട്ട ബജി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിച്ചോണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് അത് മഴക്കാലം നമുക്ക് വിശപ്പ് കൂടും, എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയണേ. അതുപോലെ ബോഡി ഹീറ്റ് കൂടാതെ, ഇപ്പോൾ ഓൾറെഡി ബോഡി ഹീറ്റ് ഉള്ള ആളുകൾ മഴക്കാലമായിട്ടും ബോഡി ഹീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാൽഷ്യത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ മഴക്കാലം വരുമ്പോൾ സൂര്യപ്രകാശം കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വൈറ്റമിൻ ഡി ഒരു രൂപത്തിൽ ശരീരത്തിലുള്ള ആളുകൾക്ക് അത് കുറയാം. വൈറ്റമിൻ ഡി ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. മഴക്കാലത്ത് മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ HB നോർമൽ ആയിരിക്കും, അതേപോലെ തന്നെ RBC ഒക്കെ നോർമൽ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്ലഡിലുള്ള അയണിന്റെ അളവാണത്. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അത് പ്രോപ്പർ അല്ലേ നോക്കണം. ഇതൊക്കെ നമ്മുടെ ഹെയർ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയാലോ, നമ്മുടെ മുടിയുടെ ഒരു പ്രശ്നത്തിന് നമ്മൾ ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയാലോ ഇത് ഇന്നതാണ് കാരണമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തരുന്നില്ല. അത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് പല ഡോക്ടേഴ്സും പറയാറില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ ആളുകൾ അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളുകളാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ മഴക്കാലം എന്ന് പറയണത് മുടിക്ക് വളരാൻ നല്ല ഒരു സമയമാണ്. എന്നാൽ തല എപ്പോഴും തണുത്തിരിക്കും, ബോഡി തണുത്തിരിക്കും, നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. വെള്ളം കൂടി ഒന്ന് കുറയും, കാരണം വെള്ളം കണ്ടമാനം കുടിക്കേണ്ട ഒരു ഇത് വരില്ല. മഴ അടച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അധികം വെള്ളം കുടിക്കേണ്ട. അല്ലാതെ നോർമൽ ടെമ്പറേച്ചറുള്ള സമയത്ത് നിങ്ങൾക്ക് വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാം. പിന്നെ ഹെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇനിയുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് മഴക്കാലത്ത് ഹെയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുറച്ച് സംഭവങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവണത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇത് വെള്ളം പോലുള്ള സംഭവങ്ങളാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമ്മളത് ഏത് രൂപത്തിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, അത് ഡാൻഡ്രഫ് പോകാതെ നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നെറ്റി കയറുന്നതിന്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാം. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡുകളാണ്. നിങ്ങൾക്ക് ഒരു രൂപ ചെലവില്ലാതെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയെന്നല്ല നമ്മൾ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ കുറച്ച് കാലഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രശ്നം വീണ്ടും പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് വരും. അപ്പൊ നമ്മുടെ ഹെയർ, നമ്മുടെ തലയോട്ടിയിലെ സ്കാൽപ്പിലെ സ്കിന്നൊക്കെ ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് പോവുക. മഴക്കാലത്ത് മഴ അടച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മുടി നിങ്ങൾ കഴുകണ്ട. മഴ അങ്ങനെ അടച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്ത്, മുടി ഉണങ്ങാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ മുടി നമ്മൾ കഴുകരുത്. അതേപോലെ തന്നെ മഴ അടച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്ത്
എപ്പോഴും മഴയാണ്, നമുക്ക് മുടി നല്ല ഒന്നും നമുക്ക് ഉണങ്ങി കിട്ടാത്തൊരു സാഹചര്യം വരും. ആ സമയങ്ങളിൽ നിങ്ങൾ തലയിലിന് പാക്ക് ഉപയോഗിക്കുന്ന ദിവസമാണെങ്കിൽ പോലും പാക്കുകൾ ഉപയോഗിക്കരുത്. അത് നമുക്ക് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. നനഞ്ഞ മുടിയിൽ ഇതിന്റെ അംശം എന്തെങ്കിലുമൊക്കെ ഇരുന്നാൽ നമുക്കത് ഫംഗസ് വരാനും മുടിക്കായൊക്കെ വരാനും ഒക്കെ നമ്മുടെ മുടിയൊക്കെ മൊത്തത്തിൽ ഡാമേജ് ആയിട്ട് പോകാനൊക്കെ കാരണമായിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് 8-9 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അത് നിങ്ങൾ പലർക്കും ഹെയർ കെയറിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ്. നിങ്ങൾക്ക് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരുപാട് മുടിയുള്ള ആളുകൾക്ക് അത് എങ്ങനെ കെയർ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ അവർക്കാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇനി മഴക്കാലം തുടങ്ങി നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കില്ല. ഫ്രൂട്ട്സ് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെജിറ്റബിൾസ് അധികം കഴിക്കില്ല. അപ്പൊ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് പോലുള്ള സാധനങ്ങൾ, മീറ്റും അതേപോലെ തന്നെ ഫിഷൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അത് കഴിക്കാം. കോഴിമുട്ട കഴിക്കുന്നവർ കോഴിമുട്ട വെള്ള കഴിക്കാം. ഒരു ദിവസം 2 കോഴിമുട്ട അല്ലെങ്കിൽ 3 കോഴിമുട്ട എന്ന് കഴിച്ചുകൊണ്ടൊന്നും നമുക്ക് സംഭവിക്കില്ല. ഫുള്ളാണ് പറഞ്ഞത്. ഒരു ദിവസം 15-20 കോഴിമുട്ട വെള്ള കഴിക്കുന്ന ആളുകളുണ്ട്, വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ. നമുക്ക് അത്രയൊന്നും വേണ്ട. ഒരു 3 to 5 എഗ് വൈറ്റ് വരെ നമുക്ക് കഴിക്കാം. അതൊക്കെ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ ശരീരത്തിലെ ആൽബുമിന്റെ കണ്ടന്റ് നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കും. രൂപയ്ക്ക് എന്താ പറയാനുള്ളത് ഹെയർ കെയറിനെ കുറിച്ചിട്ട് മഴക്കാലത്ത്? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ മഴക്കാലത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക. ഇപ്പൊ എങ്ങടെയും നിങ്ങൾ പുറത്തേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തല നനയ്ക്കാതിരിക്കുക. ഇപ്പൊ അമ്പലത്തേക്ക് പോവുകയാണെങ്കിൽ വേറെ വഴിയില്ല, നമ്മൾ തല നനച്ചിട്ട് പോകാൻ പാകുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നനഞ്ഞ മുടിയിൽ നമ്മൾ ക്ലിപ്പ് ഇടുക അല്ലെങ്കിൽ ബണ്ണ് വെച്ച് കെട്ടി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമുക്ക് കായ വരും, മുടിക്കായ വരും. ആ ഒരു കാര്യം. പിന്നെ മുടിക്ക് നന്നായിട്ട് ചീത്ത സ്മെല്ല് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മുടിയുടെ ഉൾവശം തലയോടെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി തല നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം അത്രയും മഴ ഉള്ളൊരു സമയം വരികയാണെങ്കിൽ നിങ്ങൾ അന്ന് തല നനയ്ക്കണ്ട. നമുക്ക് പിറ്റത്തെ ദിവസം നോർമൽ നമുക്ക് ആ ഒരു ദിവസം ഇരുന്നിട്ട് തല കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് നിങ്ങൾക്ക് തല കുളിച്ചിട്ട് മുടി ഉണക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുടി ഉണക്കണം. അതാണ് മെയിനായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തല നനച്ചു കഴിഞ്ഞാൽ മുടി ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുടിയിൽ കെട്ടക്കറുത്ത് നമ്മൾ മുടി നീറ്റാക്കി വെക്കുക. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഹെയർ കെയറിൽ അതായത് തലയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് വീഡിയോസ് നമ്മൾ ചെയ്യാം ഓരോ സമയത്തുള്ളത്. ഇപ്പൊ മഴക്കാലത്ത് നമുക്ക് തലയിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇഞ്ചിയൊക്കെ നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു, അത് മഴക്കാലത്ത് ഉപയോഗിക്കാം. മഴക്കാലത്ത് നമ്മൾ ഡാൻഡ്രഫിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. പുതിയ ആളുകൾക്ക് അത് ഇൻഫർമേറ്റീവ് ആയിരിക്കും, പഴയ ആളുകൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഷാമ്പു കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടി എപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മുടിയിൽ എണ്ണ അധികം നിൽക്കരുത്, മുടിയിൽ അഴുക്ക് പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്, തല നനഞ്ഞിരിക്കരുത്. ഇതൊക്കെ തന്നെ നമുക്ക് ജലദോഷം, പനിയും മറ്റു അസുഖങ്ങളും വരുന്നതിൻ്റെ പുറമെ നമ്മുടെ തലയിലെ സ്കാൽപ്പിൽ ഇൻഫെക്ഷനും മറ്റൊക്കെ വരാനും മുടി കൊഴിയാനൊക്കെ കാരണമായിട്ട് മാറും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ കുടയൊന്നും എടുക്കാതെ പോയിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ മഴ നമ്മുടെ തലയിൽ മുടിയിലേക്ക് കാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ അന്ന് തല നനയ്ക്കണം. കാരണം മഴയുടെ വെള്ളത്തിനൊരു അതിന്റെ pH അസിഡിക്കാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്ന് തല വൃത്തിയായിട്ട് കുളിക്കുക. മഴച്ചാറിൽ കൊണ്ടു കഴിഞ്ഞാൽ അന്ന് കുളിക്കുക എന്നുള്ളതാണ്. മുടി ഉണക്കിയതിന് ശേഷം കിടക്കുക. നമ്മളെല്ലാവരും കാരണവന്മാരുടെ അടുത്ത് പറയാറുണ്ട് മഴച്ചാറിൽ കൊണ്ട് കുളിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ജലദോഷപ്പനിയോ വരും. അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് തലയിലത്തെ ടെമ്പറേച്ചർ മാറുമ്പോൾ വരുന്നതാണ്. നമ്മൾ കുളിക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒന്നായിട്ട് മാറും. അതേപോലെ കുളിക്കുമ്പോൾ നമ്മൾ വായിൽ വെള്ളം പിടിച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കുളിക്കുന്ന വെള്ളം എപ്പോഴും മഴക്കാലത്ത് നല്ല തണുവായിരിക്കും. അതേപോലെ തന്നെ തലയിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകുന്ന രൂപത്തിലുള്ള പാക്കുകളും തലയിൽ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുക. നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാം. ഹെയർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മുടി ഉള്ള ആളുകളാണെങ്കിലും ഇല്ലാത്ത ആളുകളാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കിയാൽ ഹെൽത്ത് ഉണ്ടാവുന്നത് പോലെ നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ സ്കിന്ന് ക്ലിയർ ആവുന്നത് പോലെ നമുക്ക് മുടി നല്ല രീതിയിൽ ഹെൽത്തി ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ള മുടി ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയുടെ ആ സുഷിരങ്ങളിൽ വീണ്ടും മുടി വളർത്തിയെടുക്കാനും സഹായിക്കുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഓരോന്നും നമ്മൾ പറയുന്ന സമയത്തും അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത്
ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, നിങ്ങളത് ഫോളോ ചെയ്യുക. ഒരു 90 ദിവസം കൊണ്ട് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കണേ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ മുടീനെ പെട്ടെന്ന് ഒരു 10 ഇഞ്ച് ഒരു മാസം വളർത്താനുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജെൻസിന്റെ ഹെയർ കെയർ നമ്മൾ എന്ത് ചെയ്യാം പറയാം. ജെൻസിന് പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഹെയർ കെയർ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്നറിയോ, പലർക്കും ഇത് പെട്ടെന്ന് മാറുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മുടി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫ്രിസി ഹെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊഴിയുന്നുണ്ടെങ്കിലും, കൊഴിച്ചിൽ നമുക്കൊരു പക്ഷേ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഫുഡും നമ്മൾ ചെയ്യുന്ന അതായത് നിത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഹെയർ കെയറിലൂടെ നമുക്ക് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ മുടി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ കെയറിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്ക് ഒരു ചെറിയൊരു മാറ്റം വരുത്താന്നല്ലാതെ മുഴുവനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ കളർ ചെയ്തിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡാമേജ് ആയി, അതായത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ, ഹീറ്റ് ചെയ്തിട്ടൊക്കെ ആ മുടിയൊക്കെ നമുക്ക് നന്നായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന മുടി നമുക്ക് ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും യാതൊരു പേടി നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളൊരു വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആണ്. ഒത്തിരി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.